പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയോടുള്ള അടങ്ങാത്ത ബി.ജെ.പിയുടെ വിദ്വേഷം രാഹുലിനെതിരായിട്ടുള്ള പല നീക്കങ്ങൾക്കും ബി.ജെ.പി തുടക്കമിട്ടിട്ടുണ്ട്. ഇപ്പോഴിതാ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയോട് ഉത്തർപ്രദേശ് കോടതിയിൽ ഹാജരാവാനാണ് പുതിയ നിർദ്ദേശം. ജൂലൈ 2-നാണ് ഹാജരാവാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപകീർത്തി കേസിലാണ് രാഹുൽ ഹാജരാകേണ്ടത്. അതേസമയം പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് രാഹുൽ എത്തിയ ഘട്ടത്തിലാണ് നിയമ നടപടി വീണ്ടും സജീവമായിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാക്കെതിരെ മോശമായ ആരോപണങ്ങൾ ഉന്നയിച്ചുവെന്നാണ് കോൺഗ്രസ് നേതാവിനെതിരെയുള്ള പുതിയ ആരോപണം. ബി.ജെ.പി നേതാവ് വിജയ് മിശ്ര 2018-ൽ നൽകിയ പരാതിയിലാണ് രാഹുലിനെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തത്. 6 വർഷത്തോളമായി ഇത് കോടതിയുടെ പരിഗണനയിലാണ്. അതേസമയം കേസിൽ കക്ഷി ചേരാനായി രാം പ്രതാപ് എന്നയാളും എത്തിയിരുന്നു. എന്നാൽ അഭിഭാഷകൻ സന്തോഷ് കുമാർ പാണ്ഡെ ഇതിനെ എതിർത്തു. പ്രതാപ് ഈ കേസിൽ ബാധിക്കപ്പെട്ടയാളോ അതല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടയാളോ അല്ലെന്നാണ് പാണ്ഡെ പറഞ്ഞത്. രാഹുലിന്റെ അഭിഭാഷകൻ കാശി പ്രസാദ് ശുക്ലയും പ്രതാപിന്റെ ഹർജിയെ എതിർത്തു. ഇതോടെ കോടതി ഈ ഹർജി തള്ളുകയായിരുന്നു. തുടർന്ന് അടുത്ത വാദം നടക്കുമ്പോൾ രാഹുൽ ഗാന്ധി കോടതിയിൽ നേരിട്ട് ഹാജരാവണമെന്നും ആവശ്യപ്പെട്ടു. ഫെബ്രുവരി 20-ന് രാഹുൽ നേരത്തെ കോടതിയിൽ ഹാജരായിരുന്നു. അമേഠിയിൽ ഭാരത് ജോഡോ യാത്രയുമായി ബന്ധപ്പെട്ട് എത്തിയപ്പോഴായിരുന്നു ഇത്. തുടർന്ന് അദ്ദേഹത്തിന് ജാമ്യവും നൽകിയിരുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും ഹസ്തദാനം ചെയ്തിരുന്നു. സ്പീക്കർ തിരഞ്ഞെടുപ്പിൽ ഓം ബിർള വിജയം നേടിയ ശേഷമായിരുന്നു രാഹുൽ മോദിയുമായി ഹസ്തദാനം ചെയ്തത്. 18-ാം ലോക്സഭയിൽ പുതിയൊരു അധ്യായത്തിനാണ് ഇത് തുടക്കമിട്ടിരിക്കുന്നത്. പ്രതിപക്ഷ നേതൃനിരയിൽ ഇത്തവണ ശക്തമായ സാന്നിധ്യമാവാനും ആദ്യ ദിനത്തിൽ തന്നെ രാഹുലിന് സാധിച്ചിട്ടുണ്ട്. രാഹുലിന്റെ വസ്ത്രങ്ങളടക്കം ഇത്തവണ ശ്രദ്ധിക്കപ്പെട്ടു. വെള്ള കുർത്തയും പൈജാമയും ധരിച്ചാണ് രാഹുൽ എത്തിയത്. സ്ഥിരമായി ഉപയോഗിക്കുന്ന വൈറ്റ് ടീഷർട്ടും പാന്റുകളും ഇത്തവണയുണ്ടായിരുന്നില്ല. ഓം ബിർളയെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം കോൺഗ്രസും രാഹുൽ ഗാന്ധിയും അഭിനന്ദിച്ചു. വിശ്വാസത്തിന്റെ പുറത്താണ് സഹകരണം ഉണ്ടാവുക. സഭ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പ്രതിപക്ഷത്തിന്റെ സഹകരണം ഉണ്ടാകും. പ്രതിപക്ഷത്തിന്റെ ശബ്ദം പാർലമെന്റിൽ ഉണ്ടായിരിക്കേണ്ടത് പ്രധാനപ്പെട്ടതാണെന്നും കോൺഗ്രസ് എക്സിൽ കുറിച്ചിരുന്നു. പ്രതിപക്ഷത്തെ സ്പീക്കർ സംസാരിക്കാൻ അനുവദിക്കുമെന്ന് ആത്മവിശ്വാസം എനിക്കുണ്ട്. സഭ എങ്ങനെ പ്രവർത്തിക്കുമെന്നതിനേക്കാൾ ഇന്ത്യയുടെ ശബ്ദം എത്രത്തോളം കേൾക്കാൻ അനുവദിക്കുമെന്നാണെന്നും രാഹുൽ പറഞ്ഞിരുന്നു. അതേസമയം സഭയുടെ പേരിൽ സ്പീക്കറെ അഭിനന്ദിക്കുന്നതായി പ്രധാനമന്ത്രിയും പറഞ്ഞു. അതേസമയം മുഴുവൻ പ്രതിപക്ഷത്തിന്റെയും ഇന്ത്യ സഖ്യത്തിന്റെയും പേരിൽ രാഹുൽ ഗാന്ധി അഭിനന്ദനം അറിയിച്ചിരുന്നു. ശബ്ദ വോട്ടെടുപ്പോടെയാണ് ഓം ബിർളയെ ലോക്സഭാ സ്പീക്കറായി തിരഞ്ഞെടുത്തത്. 2-ാം തവണയാണ് അദ്ദേഹത്തെ തേടി പദവിയെത്തുന്നത്. പ്രധാനമന്ത്രിയാണ് ഓം ബിർളയെ സ്പീക്കറായി തിരഞ്ഞെടുക്കാനുള്ള പ്രമേയം അവതരിപ്പിച്ചത്. കൊടിക്കുന്നിൽ സുരേഷ് ആയിരുന്നു പ്രതിപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി.